അപ്പൊ നമുക്ക് ഇന്നൊരു സൺഡേ ഈവനിങ് വ്ലോഗ് കണ്ടാലോ. ആക്ച്വലി ഇതെനിക്കൊരു മോർണിംഗ് വ്ലോഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, കാരണം ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ വൈകിട്ട് 4 മണി ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ കിടന്നപ്പോൾ ലേറ്റ് ആയി, പിന്നെ എനിക്ക് പനിയായിരുന്നു, പിന്നെ പീരീഡ്സ് ആയിരുന്നു, എല്ലാം കൊണ്ട് ഒട്ടും വയ്യായിരുന്നു. അവസാനം എനിക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടന്നതാ. എഴുന്നേറ്റപ്പം ഈ സമയമായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വ്ലോഗ് എടുക്കാന്ന്. പിന്നെ ഞാൻ ഫേസ് പോലും വാഷ് ചെയ്തിട്ടില്ല. കണ്ണിന്റെ അടിയിലൊക്കെ അണ്ടർ ഐ ക്രീമൊക്കെ ഇന്നലെ രാത്രി ഇട്ടത് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഒരു മോർണിംഗ് റൊട്ടീൻ പോലെ പോണ ഈവനിങ് വ്ലോഗ് കാണാം. ജനൽ തുറന്ന് പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെ തോർന്നിട്ടില്ല. പിന്നെ ദേ ഇവിടെ നിന്ന് മഴ കണ്ടു നിൽക്കാനും അടിപൊളിയാണ്. പിന്നെ ഞാൻ പോയത് പല്ല് തേക്കാനും ഫേസ് വാഷ് ചെയ്യാനുമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു മോർണിംഗ് റൊട്ടീൻ ഫീൽ ആയിരിക്കും വരുന്നതെന്നറിയാം, പക്ഷേ ഇതിപ്പോൾ ഈവനിങ് ആണ്. പിന്നെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മൈക്രോ ഫൈബറിൻ്റെ ടവലിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്തെടുക്കത്തതേ ഉള്ളൂ. പിന്നെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ. അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ഒരാളെ കാത്തു നിൽക്കുവാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കാത്തു നിൽക്കുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 45 മിനിറ്റത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ സ്വിഗ്ഗി ചേട്ടൻ വന്നിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കാത്തു നിന്നിട്ടുള്ള ഈ സ്വിഗ്ഗിക്കാരന്മാർ, സൊമാറ്റോക്കാർ, ഇൻസ്റ്റാമാർട്ടുകാർ, ഇവരെയാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കഴിക്കാം. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് വെക്കാൻ വയ്യാത്തത് കൊണ്ട് ഓർഡർ ചെയ്തതാണ്. ഇപ്പോൾ കഴിക്കാൻ ഞാൻ അപ്പവും മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ രാത്രി കഴിക്കാൻ ബിരിയാണിയും ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ പട്ടിണിയുടെ കണ്ടെന്ന് വിചാരിച്ച് കഴിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ വയ്യാഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ഹെയർ വാഷ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഹെയർ വാഷ് ചെയ്യാതിരുന്നാൽ എനിക്ക് പെട്ടെന്ന് ഡാൻഡ്രഫ് വരും. ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റഡ് ഹെയർ ആണ്. 1 ഇയർ മുന്നേ ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അടിപൊളിയായിട്ട് കിടന്നു. പിന്നെ മുടി വളർന്നു വന്നതിന് ശേഷം ഇങ്ങനെയാണ്. സോ ഗൈസ്, എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ 6 months ഗ്യാപ്പിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. ഇന്ന് ജസ്റ്റ് ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് തലയിൽ തേച്ച് കൊടുക്കുന്നത്. എന്നും ഇങ്ങനെയല്ല ചെയ്യുന്നത്, പക്ഷേ ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ കുളിച്ചു വന്നു. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ പൊക്കി കെട്ടി വെച്ചേക്കുക, അതായത് നനഞ്ഞ മുടിയായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചേക്കുക. അപ്പോൾ ഞാൻ ഇന്ന് 2 പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം. ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നതാണ്. ഇത് രണ്ടുമാണ് ഇന്ന് വന്നത്. 2 ഡ്രസ്സാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഫസ്റ്റ് ഈ കുർത്തയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോഡൽ വാങ്ങിക്കുന്നത്. ഈ നെക്ക് സൈഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ് ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു പാർട്ടി വെയർ ഫീൽ ഉണ്ടായിരുന്നു. ഇതും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. റിട്ടേൺ അടിക്കേണ്ടി വരുമോ എന്ന ഡൗട്ടിലാണ് വാങ്ങിച്ചത്, പക്ഷേ രണ്ടും അടിപൊളി. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ട്രയലൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാണ് ഇന്നലെ ഒരു തണ്ണിമത്ത ഫ്രിഡ്ജിൽ വെട്ടിവെച്ചത് ഓർത്തത്. അങ്ങനെ അതും എടുത്ത് കഴിച്ചു. സത്യം പറഞ്ഞാൽ മടികൊണ്ടാണ് ഇതിൽ നിന്ന് ഡയറക്റ്റ് തന്നെ എടുത്ത് കഴിക്കുന്നത്. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അതുകൊണ്ട് രാത്രിയിലത്തേക്ക് വാങ്ങിച്ച ബിരിയാണിയും കൂടെ ഒന്നിച്ചാണ് എടുത്ത് കഴിച്ചത്. ഗൈസ്, നെക്സ്റ്റ് ഞാൻ എൻ്റെ നൈറ്റ് റൊട്ടീൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഹെയർ എപ്പോഴും കോംബ് ചെയ്ത് കെട്ടി വയ്ക്കും. ഒരു സെറം തേച്ച് ജസ്റ്റ് മസാജ് ചെയ്തിട്ടായിരിക്കും കെട്ടി വയ്ക്കുന്നത്. ജസ്റ്റ് പോയി ഫേസ് വാഷ് ഇട്ട് പല്ലും തേച്ചിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒരു സെറമാണ് യൂസ് ചെയ്യുന്നത്. അത് ഇട്ടതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മുഖത്ത് നിറച്ചും പിമ്പിൾസ് നിൽപ്പോൾ ഉണ്ടായിരുന്നു, പീരീഡ്സ് ആയതിൻ്റെയൊക്കെ. അപ്പോൾ എനിക്ക് ആ പിമ്പിൾസിന് ഇടാനൊരു ഓയിൽമെൻ്റ് ഉണ്ട്, അപ്പോൾ അതും കൂടെ ഇടുന്നുണ്ട്. ഗൈസ്, നെക്സ്റ്റ് ഒരു അണ്ടർ ഐ ക്രീമും കൂടെ ഇടുന്നുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടിഭാഗം യെല്ലോ കളറിലിരിക്കും എഴുന്നേക്കാൻ നേരത്ത്. പിന്നെ ഞാൻ ഈ പ്രോഡക്റ്റ്സൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ ഇത് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങിച്ചത് കൊണ്ടാണ്. ഗൈസ്, ഞാനൊരു പ്രോഡക്റ്റ് കൂടി പരിചയപ്പെടുത്തി തരാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി, പൊട്ടിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ച്. ഇതെന്ന് വെച്ചാൽ ഒരു സിൽക്കിൻ്റെ ഹെയർ ക്യാപ്പാണ്. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ച ഒരു സംഭവമായിരുന്നത്. ഇതിന് ഏകദേശം എനിക്കൊന്ന് 170 റുപ്പീസാണ്ട് ആയിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ 3 സ്ക്രഞ്ചീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം.
പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ജേർണലിങ് ചെയ്യാറുണ്ട്. അങ്ങനെ വാങ്ങിച്ച് നമ്മുടെ ക്യൂട്ട് ഡയറി ഉദ്ഘാടനം ചെയ്യാൻ എടുത്തതാണ്. പക്ഷേ ഇതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് എനിക്കിതിലൊന്നും എഴുതാൻ തോന്നിയില്ല ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാ ദിവസവും പെർഫെക്റ്റ് ആവില്ല, ചിലത് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ തരുന്ന ഓരോ വ്യൂസും ലൈക്കും സബ്സ്ക്രൈബും അതൊക്കെ വെറും നമ്പേഴ്സ് മാത്രമല്ല, എനിക്ക് മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ കൂടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണേ. എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട്. എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് തൊട്ടേ കമൻറ്റ് ചെയ്യുന്നവരുടെ പേരൊക്കെ കാണാപ്പാടമാണ്. എൻ്റെ ജേർണിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.